കാളിയായി നമ്മൾ ഒരാൾ തെരഞ്ഞെടുക്കുന്നത് നേതൃപരമായ ഗുണമഹിമയാണ് പ്രധാനമായി നീതിപൂർവകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാൾ എന്നതിലേക്കാണ് നേതൃപരമായ ഗുണമഹിമ. എന്റെ സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രവാചകന് ശേഷം പ്രവാചകന്റെ ശിഷ്യഗണത്തിലെ മഹാപണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സമുദായത്തിന്റെ രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ആദ്യത്തെ ഖലീഫയാകുന്നു. രണ്ടാമത്തെ ഖലീഫ മരിച്ചു. മരിക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയാകേണ്ടവരുടെ ലിസ്റ്റ് ഇട്ട 6 പേരിൽ അന്നത്തെ ഏറ്റവും വലിയ കരിമയുള്ള ഈ പണ്ഡിതന്മാരില്ല. എല്ലാത്തിനും അതിന്റെ സ്ഥാനമുണ്ട്. ഓരോരുത്തർക്കും നിർവഹിക്കാവുന്ന വലിയ വലിയ റോളുകളുണ്ട്. ഈ സിദ്ദീഖ് ആരാണെന്നറിയോ? ഇന്ന് ചില അൽപ്പന്മാർക്ക് സിദ്ദീഖ് ആരെന്നറിയുന്നില്ല. അവര് പറയുന്നത് എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ സിദ്ദീഖിനോടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഹജ്ജിന് അമീറാവാൻ പറഞ്ഞത്. അള്ളാന്റെ റസൂൽ അന്ന് ഹജ്ജ് ചെയ്തിട്ടില്ല, ഇസ്ലാമിൽ ഹജ്ജ് ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ ആദ്യമായി ഉമ്മത്തിന് ഹജ്ജ് പഠിപ്പിക്കാൻ ഇബ്നു അബ്ബാസ് തങ്ങൾ ഉണ്ടായിരിക്കെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് ഉണ്ടായിരിക്കെ, ഉമ്മത്തിന് ദീൻ പഠിപ്പിക്കാൻ അള്ളാന്റെ റസൂൽ ചുമതലപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം പഠിപ്പിക്കാൻ അള്ളാന്റെ റസൂൽ ചുമതലപ്പെടുത്തി മദീനയിലേക്ക് പറഞ്ഞയച്ച മഹാന്റെ പേരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ താൽക്കാലിക രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി സിദ്ദീഖിനെ തട്ടിക്കളിക്കാൻ വന്നാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിക്കോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. തോന്നിവാസം പറയേ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന ആളെ എന്ത് വേണമെങ്കിലും ആക്കിക്കോ, സിദ്ദീഖുൽ അക്ബറിനെ തൊട്ട് കളിക്ക്. എന്താണ് നീ മനസ്സിലാക്കിയത്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ ഹജ്ജിന് പറഞ്ഞയച്ചത് ഏറ്റവും കൂടുതൽ വിവരമുണ്ടായതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ, അതേ സിദ്ദീഖ് ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ മറ്റൊരാൾ അവിടെ ഇമാമത്ത് നിൽക്കാൻ യോഗ്യനല്ലെന്ന് അള്ളാന്റെ റസൂൽ പ്രഖ്യാപിച്ചതാണ്. ദീൻ ഇമാമത്ത് നിൽക്കാൻ ഇൽമു വേണ്ട എന്ന് പറയോ നീ? ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും വേണ്ടത് ഇൽമാണ്. ഇമാമത്ത് നിൽക്കാനും ഹജ്ജ് ചെയ്യാനും അതിന്റെ മസല പഠിപ്പിക്കാനും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമതലപ്പെടുത്തിയത്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഅലമുഹും മാത്രമല്ല, ലാഹിറും ബാത്തിനും അറിയുന്ന ആളായിരുന്നു. റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് 16-17 വയസ്സാണ് ഇബ്നു അബ്ബാസിന് റളിയല്ലാഹു അൻഹുമാ. അതിനുശേഷം സെയ്ദ് ഇബ്നു സാബിത്ത്, ഉമർ ഇബ്നു ഖത്താബ് തുടങ്ങിയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ അരികിൽ പോയി പഠിക്കുകയായിരുന്നു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്പറഞ്ഞതും പോയത്താ. ഏതോ ക്വാളിറ്റിക്കാർ എഴുതി തന്നത് വായിക്കുമ്പോ XMLA ആണെങ്കിലൊക്കെ ഒന്ന് ചിന്തിക്കണോ, ലേശം കോമൺ സെൻസ് ഒക്കെ ഒന്ന് കാണിക്കണം. ഈ പണി ഇനിയും കിട്ടാനൊക്കെ സാധ്യത ഉണ്ടല്ലോ, ആ പണി എടുത്താൽ മതി. ഈ പണിയെടുക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. എന്നിട്ട് അത് മുണ്ടാൻ പാടില്ല. മുണ്ടിയാ പിന്നെ കമ്മ്യൂണിസ്റ്റ്. സിദ്ദീഖുൽ അക്ബറിനെ പറ്റി പറഞ്ഞിട്ട് ആരെവിടെ പ്രതികരിച്ചു? എവിടെ പോയി നിങ്ങളുടെ ഈമാൻ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി തൊട്ട് കളിച്ചിട്ട് മിണ്ടാതിരിക്കുകയോ?